കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഭഗവാൻ ഏത് രൂപത്തിലാണ് നമ്മളെ കാത്തിരിക്കണത് നോക്കണ്ടേ? നമുക്കങ്ങനെ പോയി നോക്കാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ഇങ്ങനെ വരാം. അങ്ങനെ അവിടെ പ്രദക്ഷിണം ചെയ്ത് വന്ന് നേരെ ഇനി നമുക്ക് അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. അത്തിമര ഗണപതിയെ കണ്ടിട്ട് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ പോരുമ്പോൾ ആ കൊടിമരത്തിൻ്റെ അപ്പുറത്തുള്ള വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. ആ സ്വർണം കെട്ടിച്ച കൊമ്പുകൾ കാണാം. അതിൻ്റെ നടുക്കായിട്ട് ആ മഹാലക്ഷ്മി ദേവീനെ കാണാം. അങ്ങനെ കണ്ട് വരുമ്പോൾ നമ്മളിങ്ങനെ വാതിൽപ്പടി കയറാൻ നിൽക്കുമ്പോൾ ഇടത് വശത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിരുന്ന് ആ പീഠം കാണാം. അപ്പോൾ അവിടെ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അതുപോലെ വലത് വശത്തുള്ള ആദ്യത്തെ തൂണിന് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ? വളരെ കൗതുകകരമായൊരു കാഴ്ചയാണ്. എന്താ വെച്ചാൽ ഓരോ ദിവസവും ഓരോരോ കാഴ്ചകൾ അമ്പാടിയിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ 10 അവതാരങ്ങളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുകയെ. ഇന്ന് അമ്പാടിയിലത്തെ കാഴ്ചയാണ്. ഇന്ന് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ കാലിങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ കാൽവളകൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, പിന്നെ അങ്ങനെ ചമ്രം പടിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് ഒരു കാലിൻ്റെ ഇടത്തെ കാലിൻ്റെ തുടര മുകളിൽ നല്ലൊരു കളഭം കൊണ്ട് തന്നെ വെണ്ണക്കുട ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിറച്ച് വെണ്ണ കേട്ടോ. അങ്ങനെ വലത്തെ കയ്യുമ്മിൽ നോക്കിയാലോ, വലത്തെ കയ്യുമ്മിൽ വെണ്ണയുണ്ട്. അപ്പോൾ വെണ്ണ വാരി കഴിക്കണ ഉണ്ണിക്കണ്ണനാണ്. ആ കാഴ്ചയാണ്. 2 കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, അങ്ങനെ വെണ്ണ വാരി കഴിക്കുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഉറ്റുറ്റു പോഴില്ലേ, അതേമാതിരിയൊക്കെ കാണാണ്ട്. എന്താ വെച്ചാൽ എന്താ പറയുക, ആക്രാന്തം കഴിക്കുകയാണ്. കാരണം കിട്ടിയതല്ല, ഇനി ഇത് മുഴുവൻ കഴിച്ചിട്ടാവാം ബാക്കി കാര്യം എന്നാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് മൂപ്പര്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്കും ചെന്നാൽ കിട്ടും കേട്ടോ. നമ്മൾ ചെന്നിട്ട് ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് അവിടുന്ന് നമുക്കിങ്ങനെ ചോദിച്ചാൽ കണ്ണാ കുറച്ച് വെണ്ണ തരുമോ എന്ന് ചോദിച്ചാൽ തരും, ഉറപ്പാ. അങ്ങനത്തെ ആ ഒരു ചിരിയിലാണ്. അതായത് ആർക്കും ഒരു എന്താ പറയുക, ദീനാനുകമ്പയായിട്ടാണ് നമ്മളോടൊക്കെ ഉള്ള ആ സ്നേഹമാണ് അവിടെ കാണുന്നത്. ആ മുഖത്തിങ്ങനെ വെണ്ണ കിട്ടിയ സന്തോഷമാണ്. അതുകൊണ്ട് പിന്നെ ഭക്തരോടൊക്കെ ഉള്ള ആ ഒരു സ്നേഹ മനോഭാവം. എല്ലാ ഭക്തരുടെയും എന്നെ കണ്ടോളൂ, എല്ലാ ആവശ്യങ്ങളും പറഞ്ഞോളൂ, എല്ലാം എനിക്കറിയാം, എന്നാലും നിങ്ങൾ പറയൂ എന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ ചെന്ന് ഇങ്ങനെ പറയുക. അപ്പോൾ അദ്ദേഹം അതിനൊരു പ്രതിവിധി നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു വളയം പോലത്തെ മാല, പിന്നെ ഒരു പതക്കം പോലത്തെ മാല, പിന്നെ ഒരു കാശിമാല പോലെ, അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ കാതിൽ ചെവിപ്പൂക്കൾ കാണാണ്ട്, ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്, ഗോപി തിലകം തൊട്ടിട്ടുണ്ട്. പിന്നെ പീലി തിരുമുടി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, തിരുമുടി മാല ഇട്ടിട്ടുണ്ട്. കളഭം കൊണ്ടാണ് പീലി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനങ്ങനെ 2 തിരുമുടി മാലകളുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരെണ്ണവും, അതേപോലെ തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ 2 തിരുമുടി മാലകളുണ്ട്. പിന്നെ വലിയൊരു ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും വനമാലയുടെ പോലെ തന്നെ. അമ്പാടിയിലൊക്കെ ആകുമ്പോൾ ആ വനമാല ഗോപികുമാരിങ്ങനെ കൊടന്നു കൊടുക്കുകയും ഏത് കളറാണെന്നില്ല, എല്ലാ കളറും കൂട്ടിയിട്ട് ഇങ്ങനെ തെച്ചിയും തുളസിയും വെളുത്ത പൂവും താമരയൊക്കെ പാടെ കൂടിയിട്ടുള്ളൊരു കളറ്. അങ്ങനെ ആ ഒരു കളറാണ് കാണുന്നത്. നല്ല രസമായിട്ടുള്ള കാഴ്ച. നല്ല ഉണ്ടായിട്ടുണ്ട്. ആരാണ് അണിയിച്ചെന്നറിയില്ല, എന്തായാലും നന്നായിട്ടുണ്ട്. അമ്പാടിയിൽ ആരാണ് ഇപ്പോൾ അത് കൊടന്ന് അണിയിച്ചെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഏത് ഗോപികയാണോ അതോ അമ്മയാണോ ഒന്നും അറിയില്ല, അതോ സ്വയം എടുത്ത് ധരിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഉണ്ണിക്കണ്ണൻ വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. ആ ഒരു കാഴ്ച ഇങ്ങനെ കാണാം. അതിനുശേഷം നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം.
അതുപോലെ ഒന്ന് തിരിഞ്ഞ് നിന്നാൽ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. സപ്തമാതാക്കളെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിഘ്നേശ്വരനെ കാണുന്ന ഗോളകയാണ് ഇറക്കിയാണ് കേട്ടോ വിഘ്നേശ്വരന്. ബാക്കി ഇങ്ങനെ പാവുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം മാലകളൊക്കെ ഉണ്ട്. പിന്നെ അർച്ചന ധാരാളം ഉണ്ട്. അത് പിന്നെ എന്നും പറയാനില്ല, ദിവസവും ഉണ്ട് അർച്ചന ധാരാളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് തൊഴുക, പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിയെ കാണാം. ഒന്ന് തട്ട് തലോടാം. പിന്നെ മത്സ്യാവതാരം, കൂർമ്മം, നരസിംഹം, വാമനാവതാരമൊക്കെ ഇങ്ങനെ കാണാം. വരാഹമൊക്കെ കണ്ട് അതേപോലെ മേൽശാന്തിയിൽ അവിടെ നിന്നത്തെ ഉച്ചപൂജ മേൽശാന്തി തന്നെയാണ്. കവപ്രനാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ വാമനാവതാരവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ അവതാരവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാനായിട്ട് വരാം. അവിടെയും ധാരാളം പൂക്കളുണ്ട്. പൂക്കളെന്ന് പറഞ്ഞാൽ താമരമാല ഉണ്ട്, ചെണ്ടുമല്ലിമാല ഉണ്ട്, ബ്രഹ്മാവിനോ ചെണ്ടുമല്ലിമാല ഉണ്ട്. അതേപോലെ ധാരാളം മുകളിലിങ്ങനെ വിധാനമായിട്ട് തുളസിമാലയും താമരയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരത്തിന് ശേഷം തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് വീണ്ടും കൃഷ്ണനെ കാണാം. കൃഷ്ണൻ്റെ അവിടെ 2-3 തുളസിമാലകളുണ്ട്. പിന്നെ മുരുകനെ കാണാം. മുരുകന് അഭിഷേകം കഴിഞ്ഞൊരു തുളസിമാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നിട്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് 2-3 മാല ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, വെറ്റിലമാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. കുറച്ച് കുങ്കുമമുണ്ട്. അന്ന് എല്ലാം കൊണ്ടും നല്ല ഇതായിട്ട് ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്, മാലയൊക്കെ ചാർത്തിയിട്ട്. പിന്നെ ഒരു ലിഖിതമാലയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും അതേപോലെ വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. എന്നിട്ട് കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ടിട്ടൊന്ന് തൊഴാം. പിന്നെ നേരെ ആ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിൽ നോക്കിയാൽ കടാവിളക്ക് കത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്കവിടെയും തൊഴുത് നേരെ കുറൂരമ്മേനെ നാരദരെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ വന്ന് നമുക്ക് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ കാണാനാകുമ്പോൾ അങ്ങനെ വന്ന് നോക്കുക. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച്. അപ്പം അങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഭഗവതിയുടെ അവിടേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാനുള്ളത് എന്താ വെച്ചാൽ ഗോളക തന്നെയാണ് കേട്ടോ. ഗോളകയാണ്. അതിൻ്റെ മുകളിലിങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട് മാലകൾ. പിന്നെ ഒരു പച്ച പട്ട് പുറകു വശത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചുവന്ന പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാണാനുള്ളത്. അവിടെയുണ്ട് ധാരാളം അർച്ചനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലേക്ക് വരുമ്പോൾ മമ്മിയൂരപ്പനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. മമ്മിയൂരപ്പനെ നോക്കി പ്രാർത്ഥിക്കുക.
നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂരും പോയിട്ട് തൊഴുത ആ ഒരു പ്രതീതിയാവും. പിന്നീട് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ആ വെണ്ണക്കണ്ണനെ, ചമ്രം പടിഞ്ഞിരിക്കുന്ന വെണ്ണക്കണ്ണനെ നോക്കിയിട്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നെ നേരെ കൂത്തമ്പലത്തിൽ വന്നിട്ട് അവിടെയും കയറി തൊഴുത് അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ എന്ന് പറഞ്ഞ പോലെ ഗോളക തന്നെയാണ് ഇറക്കിയേണ്ടത്. മുഖമൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. പിന്നെ നല്ല കറുത്ത വസ്ത്രം ഉടുപ്പിച്ചിട്ടുണ്ട്, പാവ കൊണ്ടെടുത്ത് അതിൻ്റെ മേലെ കറുത്ത വസ്ത്രമൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്, വലിയ മാല ചാർത്തിയിട്ടുണ്ട്. അവിടെയും ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെയും പ്രാർത്ഥിക്കുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ നടയിലുള്ള വേണുഗോപാലനെയും കണ്ട്, ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെ കണ്ട് തൊഴുത് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് പുറത്തേക്ക് ഇങ്ങനെ വരാം. പുറത്തേക്ക് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിൽ കൂടെ നമ്മൾ കുളത്തെ, രുദ്രതീർത്ഥത്തിൽ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ഇങ്ങനെ പോരുമ്പോൾ നടുക്കുള്ള കാളികവർദ്ധന രൂപത്തെ കാണാം. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിൽ വരുമ്പോൾ ധാരാളം ഭക്തരുണ്ട്. അവിടെ ഇങ്ങനെ ഗാനാർച്ചന നടത്തുന്നു. അപ്പോൾ അവിടെയൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് തൊഴുത് ഇങ്ങനെ ഇറങ്ങാം. അങ്ങനെ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് നമ്മൾ ഭഗവതിയുടെ നടയിലേക്ക് വന്ന് അവിടെ ഒന്ന് തൊഴുത് നേരെ നമ്മൾ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. അപ്പോൾ ആ നമ്മളെ വെണ്ണക്കണ്ണനെ, ചമ്രം പടിഞ്ഞിരിക്കുന്ന വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ തെക്കേ നടയിലേക്ക് വരുമ്പോൾ ആ വലിയ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും ഒക്കെ ഇങ്ങനെ വിചാരിക്കുക മനസ്സിൽ. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് ഒപ്പം ഉണ്ടാവും. അങ്ങനെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം നമ്മളൊപ്പം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഇനി നമ്മളോട് എല്ലാവരോടും കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്ത്. സുധീർ രോഹിണി, അദ്ദേഹത്തിൻ്റെ കാലിലെ മുറിവിൻ്റെ വേദന മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ദേവയാനി മകം വീടിൻ്റെ കടങ്ങളൊക്കെ തീരാൻ, ബാങ്ക് ജപ്തിയൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട്. അതേപോലെ സരോജിനി കാർത്തിക വീടിൻ്റെ കടങ്ങൾ മാറാൻ വേണ്ടിയിട്ട്, ബാങ്ക് ജപ്തിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അനഘകൃഷ്ണ രേവതി, അർജുൻ കൃഷ്ണ മൂലം പരീക്ഷാ വിജയത്തിനും അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ സ്വാതി ചോതി പഠനത്തിന് വേണ്ടിയിട്ട്. റാണി ലക്ഷ്മി മകയിരം വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ശ്യാമളയുടെ മകളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ സത്യഭാമ ആയില്യം വീടിൻ്റെ കടം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും പേരാണ് നമ്മളോട് പറഞ്ഞത്. ബാക്കി നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും സന്തോഷമായ ജീവിതമാവട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഇന്ന് മറ്റൊന്നല്ല, ചെറിയൊരു കഥയല്ല, എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചയുടെ പോലെയാണ്. കണ്ണന് കറുപ്പ് നിറമാണോ, അതായത് ശ്യാമളവർണ്ണൻ ആണ്, ശ്യാമമേഘവർണ്ണനാണ്. അപ്പോൾ കറുപ്പ് നിറം എന്ന് പറയുന്നു, നീല നിറം എന്ന് പറയുന്നു. ശരിക്കും നമ്മളിപ്പോൾ ഏതാ വിശ്വസിക്കുക? നമ്മുടെ മനസ്സിലുള്ള ഏത് രൂപമാണോ നമുക്കത് വിശ്വസിക്കാം. അതാണ് യഥാർത്ഥം. അപ്പോൾ ഈ കറുപ്പും നീലയാവാൻ, അതായത് കറുപ്പും വെളുപ്പും വരാനുള്ള കാരണം എന്താ വെച്ചാൽ, മഹാവിഷ്ണു രണ്ട് തെയ്യ്, അതായത് രണ്ട് നൂല്, പീലി എന്നൊക്കെ പറയാം, അങ്ങനെ രണ്ട് രൂപത്തെ ദേവകിയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു എന്നാണ്. അപ്പോൾ അതിലെ ഒരു രൂപം രോഹിണിയുടെ ഉദരത്തിലേക്ക് പോയി, ഒരു രൂപം. അപ്പോൾ എന്താ വെച്ചാൽ നിക്ഷേപിക്കുമ്പോൾ കറുപ്പും വെളുപ്പുമായിരുന്നു. അപ്പോൾ കറുത്തത്, അതായത് മേഘശ്യാമവർണ്ണമുള്ള ആ കളറുള്ള കുട്ടി രൂപം അതങ്ങനെ കണ്ണനായിട്ട് പിറന്നു. പിന്നെ വെളുത്തതായി രോഹിണിയുടെ ഉദരത്തിലൂടെ വളർന്ന് ബലരാമനായി. അങ്ങനെയാണ് ഒരു പറച്ചിൽ കേൾക്കുന്നത്. പിന്നെ പലരും പറയണു കാളിന്തിയിൽ ചെറുപ്പത്തിൽ കുട്ടികളുടെ കൂടെ പോയിട്ട് എന്തോ പന്തെടുക്കാൻ പോയി, ആ സമയത്ത് ആയി. അതേപോലെ കാളിയൻ്റെ അവേഷം
ആയിട്ടായി എന്ന് പറയുന്നു. അതേപോലെ പിന്നെ അതിനപ്പുറം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആകാശത്തിന് നീല വർണ്ണം പോലെയാണ് ഏറ്റവും കൂടുതൽ സത്യസന്ധതയും ഒക്കെയുള്ള ആ ഒരു കളറ് ശ്യാമ വർണ്ണമാണെന്നാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഭക്തി ഉണ്ടാവും, അതായത് ആജ്ഞാശക്തി ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് എപ്പോഴും ആ കണ്ണനെ, നമ്മുടെ ഉള്ളിലുള്ള കണ്ണനെ നമുക്ക് ഏത് രൂപത്തിലും ഏത് നിറത്തിലും വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കിതൊന്നുമല്ല ചിന്തിക്കേണ്ടത്, നമുക്ക് ആ നമ്മുടെ കണ്ണനെ കണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാം അല്ലേ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.